എന്നിട്ട് സ്മാൾ അടിക്കോ? ചുമ്മാ നോക്കിയത്. അത് ശരി. ഈ മഹിക്ക് ശരിക്കൊരു മൊയലിന്റെ സ്വഭാവ. എന്തുമാത്രം ക്യാരറ്റാ തിന്നുന്നേ. അപ്പോഴേ വിജയന് വല്ലാതെ ബോറടിക്കുന്നുണ്ടാവും അല്ലേ? ഏയ് ഇല്ല ഇല്ല. അപ്പൊ ബോറടിക്കുന്നില്ല? മുറിക്കാൻ അറിയാവോ? ഇല്ല. ഇല്ലേ? അറിയാം. എന്നാ ഇത് പിടിക്കേ. ഇതൊക്കെ അത് മുറിക്കൂ. പൊന്നുമകനെ. അമ്മയ്ക്ക് എന്തൊക്കെയോ എഴുതിയത്? അത് ഇവിടെ എത്തിച്ചേർന്ന വിവരങ്ങളൊക്കെ. എന്നെ കുറിച്ചൊന്നും എഴുതിയില്ല. ശില്പി. ഈ കണക്കിനാണെങ്കിൽ കറി ഉണ്ടാക്കാൻ ഒരു 10 ദിവസമെങ്കിലും എടുക്കും. ഇങ്ങിതാ ഞാനറിയാം. അല്ല അത് കുറച്ചുകൂടി ചെറുതായി. ഓ പിന്നെ 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 ഞാൻ എന്നെ കുറിച്ച് അമ്മയ്ക്ക് എഴുതിയില്ലെന്ന് പറഞ്ഞില്ല. എഴുതി. എന്തെഴുതി? വീണാന്ന്. അത്രേ ഉള്ളോ? അതെ, ആ പേരിലെല്ലാം ഉണ്ട്. വീണ സ്വരമാണ്, നാദമാണ്, പദമാണ്. പ്രപഞ്ചം മുഴുവൻ സ്പന്ദിക്കുന്ന നാദബ്രഹ്മസ്വരൂപിണിയായ സരസ്വതിയുടെ വിഭജികയാണ്. മൈ ഗോഡ്, കൊള്ളാലോ. എന്റെ പേരിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മഹി ഇങ്ങ് വരട്ടെ, ഇന്ന് ഇതൊക്കെ എടുത്ത് വിളമ്പി എനിക്കൊരു വിലസണം. മറ്റേ കക്ഷിയുടെ പേരെന്തായിരുന്നു? ആരുടെ? മറ്റേ കക്ഷിയുടെ. നീന. നീന, നൈസ് നെയിം. ആളെങ്ങനെ? ഒത്തിരി സംസാരിക്കുമായിരുന്നു വീണയെ പോലെ. ഇതുപോലെ ഇതുപോലെ പറയും. ആണോ? പറ, അവളെ കുറിച്ച് പറ പ്ലീസ്. നല്ല സ്ഥലല്ലേ? ഇപ്പോഴാണോ അറിയുന്നത്? എന്നും ഇവിടെ അല്ലേ വരുന്നത്? അതെല്ലാം ശരിയാ, പക്ഷെ നല്ല സ്ഥലം എന്ന് പറ. ശരി, നല്ല സ്ഥലം. ഇവിടെ ഇവിടെ വേറെ ആരും വരൂലേ? ഇവിടെ ആരും വരില്ല. എന്നൊരു നല്ല സ്ഥല. അയ്യേ, എന്താ പറയുന്നത്? ആരും വരില്ല, വേഗം. പോരട്ടെ. അയ്യടാ, ഒരു കിസ് കണ്ടില്ലേ? ഇതാരാ പഠിപ്പിച്ചേ? ആരും പഠിപ്പിച്ചില്ല. ആര് പഠിപ്പിക്കാൻ? എന്നാലേ ആരും കാണില്ലെന്നേ. പിന്നെ വിജയേട്ടനോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? കറക്റ്റ് ഉത്തരം തരണം. എന്താണ്? പെട്ടെന്ന് ഞാനങ്ങ് ചത്തുപോയാൽ എന്ത് ചെയ്യും? ചുമ്മാ ഇരിക്കടി. ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതല്ലേ, പറ. അതെ, അങ്ങനത്തെ തമാശ ഒന്നും വേണ്ട. വിജയേട്ടാ പ്ലീസ് പറയുന്നേ. ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാൽ എന്ത് ചെയ്യും? നീ പോയാ പിന്നെ ഞാനും ഉണ്ടാവില്ല. അയ്യേ, അതൊരു സുഖമില്ല. ഇപ്പൊ വിജയേട്ടൻ തട്ടിപ്പോയെന്ന് വെച്ചോ, അല്ല മരിച്ചു പോയെന്ന് വെച്ചോ. ഞാൻ എന്ത് ചെയ്യുന്നറിയോ? നേരെ പോയി ഈ ഏരിയയിലെല്ലാം ചുറ്റിക്കറങ്ങി വിജയേട്ടനെ പോലെ ഒരാളെ കണ്ടുപിടിക്കും. ഒരാളെ പോലെ ഈ ലോകത്ത് 9 പേരുണ്ടെന്നൊക്കെയാ പറയണേ. അതുകൊണ്ട് വിജയേട്ടനെ പോലെ ഒരാളെ എനിക്ക് തീർച്ചയായും കിട്ടും. കിട്ടിയ അയാളെ അങ്ങോട്ട് പ്രേമിക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഭയങ്കര 9 പേരുണ്ട് പോലും. അതല്ലേ അതിന്റെ ഒരു രീതി.
ഈ പ്രേമത്തിന് മരണമില്ലെന്നല്ലേ എല്ലാരും പറയണത്. അതുകൊണ്ട് പ്രോമിസ് ചെയ്. എന്ത് പ്രോമിസ്? ഞാൻ പെട്ടെന്ന് മരിച്ചുപോയ വിജയേട്ടൻ എന്നെ പോലൊരു പെണ്ണിനെ പ്രേമിക്കുമെന്ന്. ദേ, നിന്റെ തമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. പ്രോമിസ് ചെയ്യണം പോലും. പ്രോമിസ് ചെയ്. ഒന്ന് ചുമ്മാ ഇരു നീനെ. ഞാൻ വിജയേട്ടന്റെ നീനയല്ലേ. പ്ലീസ്. ഇങ്ങനെ ഒന്നും പ്രോമിസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇന്ന് ഞാൻ വിജയേട്ടന്റെ നീനയല്ല. പോ. എന്നതാ പ്രോമിസ്? താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. നീ പറയുന്നതിൽ അതുപോലെ നടക്കണം അല്ലേ? ഭദ്രകാളി. അതാണ് നീന. ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ എന്തൊരു ബഹള. നീ എന്താ നമ്മുടെ കല്യാണത്തെ കുറിച്ചൊന്നും പറയാത്തെ? കല്യാണോ? അതൊക്കെ പരമ ബോറ്. എനിക്ക് പ്രേമിക്കുന്നതാ ഇഷ്ടം. ശരി ശരി. എന്നാലേ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് ചോദിക്കാൻ പോവാ. ആഹാ. വീട്ടിൽ വന്ന് ചോദിച്ചാലേ അവരൊക്കെ തമാശയാണെന്നേ കരുതൂ. ആഹാ. നമുക്ക് കാണാം. കാണാം. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ചോദിക്കാൻ പാടില്ലാത്താണോ ഞാൻ ചോദിച്ചത്? എല്ലാം അറിഞ്ഞിട്ടാണോ ചോദിക്കുന്നത്? മനസ്സിലായില്ല. അവളൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താണ്? നീനമോൾക്ക് ഇനി അധികം കാലം അവൾ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് ക്യാൻസറാണ്. എല്ലാം അറിഞ്ഞു അല്ലേ? വിജയേട്ടന് എന്നോട് ദേഷ്യമാണോ? നമ്മുടെ കല്യാണം നടക്കണം. വിജയേട്ട വേണ്ട. വേണം. നിനക്ക് സംഭവിച്ചത് എനിക്കായിരുന്നെങ്കിലോ? നീ എന്നെ വിട്ടു പോവോ? നിന്റെ ആയുസ് ഒരു നിമിഷമാണെങ്കിൽ പോലും അത് എന്നോടൊപ്പമായിരിക്കും. പക്ഷേ ഒന്നാകാൻ ഭാഗ്യമുണ്ടായില്ല. അതിനു മുമ്പേ അവൻ പോയി. ഞാൻ ചോദിച്ചത് വിഷമായോ? I'm sorry. It's all right. ഹലോ, എവിടെ നമ്മുടെ കവി? ഉറക്കമാണോ അതോ ഒറ്റയ്ക്ക് സ്വപ്നം കണ്ടിരിപ്പാണോ? പറ. എന്ത്? നിന്റെ മനസ്സില് എന്തോ ഉണ്ട്. പറ. ഞാൻ കോഫി കൊണ്ടുവരാം. കോഫിയൊക്കെ പിന്നെ എടുക്കാം. ആദ്യം എന്ത് പറ്റിയെന്ന് പറ. ഒന്നുമില്ല. എങ്കിൽ ഞാൻ ഒരു കണക്ക് പറയാം. ഒരു മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റില് എത്ര തവണ മിടിക്കുമെന്ന് പറയാമോ? 72 തവണ. എങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര തവണ? കണക്കിൽ നീ വലിയ മിടിക്കല്ലേ. പറ. 4320 കറക്റ്റ്. അപ്പൊ ഒരു ദിവസം പറടാ. 1,03,680. യെസ്. നിന്റെ ഹൃദയം ഇടിക്കുന്ന ആ ഓരോ ബീറ്റും എവിടെ ഇരുന്നാലും എനിക്ക് കേൾക്കാം. യെസ്. പക്ഷേ കുറച്ചു മുമ്പ് അതിലൊരു 5-6 ബീറ്റ് ഞാൻ കേട്ടില്ല. എന്തു പറ്റിയടാ? പറഞ്ഞു എന്നെ വഴക്ക് പറയോ? എന്നാ ഞാൻ പറയട്ടെ.
അതെ, വഴക്ക് പറയൂ. ഞാൻ ഇതുവരെ മോളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? പറയും. മഹി എന്നോട് പറഞ്ഞില്ലേ വിജയന്റെ ലവനെ പറ്റി ഒന്നും ചോദിക്കരുതെന്ന്? പക്ഷെ ഞാൻ ചോദിച്ചു. എന്നിട്ട് പാവം, അത് പറഞ്ഞു തീരും മുമ്പേ പുള്ളി വല്ലാതെ ഇമോഷണലായി. മുഖവും ചുണ്ടും ഒക്കെ വലിഞ്ഞു മുറുകി. മൈ ഗോഡ്, ഞാൻ ആകെ പേടിച്ചു പോയി. ഇത്രയും വിചാരിച്ചില്ല. എനിക്കറിയാം, അവൻ ഇമോഷണൽ ആകുന്നതിനൊക്കെ അത് കണ്ട നിന്റെ അവസ്ഥ എന്താവുന്നായിരുന്നു എന്റെ പേടി. അതുകൊണ്ടാ പറഞ്ഞ ചോദിക്കരുതെന്ന്. ഐ എം സോറി. പോട്ടെ, ഇനി മോൾ എന്റെ വിരൽ അങ്ങ് വിട്ടേക്ക്. താങ്ക് യു.